നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൻ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ. പള്ളിക്കരയിലെ പ്രമോദാണ് മരിച്ചത്. അറബിക് സംഭാഷണത്തിൽ A ഗ്രേഡ്. അനന്തപുരിയിൽ കാസർഗോഡിന്റെ അഭിമാന താരങ്ങളായി ഖദീജത്ത് സഹലയും ഫാത്തിമയും. പുലിഭീതിയിൽ നടപടി ആവശ്യപ്പെട്ട് നൈറ്റ് മാർച്ചുമായി കർഷക സംഘം ഇരിയണ്ണി വില്ലേജ് കമ്മിറ്റി. ബോവിക്കാനത്തെ കാറടുക്ക വനം സെക്ഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ബീരിച്ചേരി മത്സ്യ വിപണന കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്ന് ഉടമകൾ. കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും ഉടമകൾ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം. തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ നടന്നു. കാസർഗോഡ് GVHSS 4 ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക്. 9, 10, 11 തീയതികളിൽ വിവിധ പരിപാടികൾ. വാർത്തകൾ വിശദമായി. കാസർഗോട്ട് പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൻ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ. പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ പരേതനായ അപ്പക്കുഞ്ഞിയുടെ മകൻ പ്രമോദാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ഉദുമ 4-ാം വാതുക്കലിലെ ഭാര്യ വീട്ടിൽ കിണറ്റിന്റെ കപ്പിക്കയറിലാണ് പ്രമോദിനെ തൂങ്ങിയ നിലയിൽ കണ്ടത്. 2024 ഏപ്രിൽ 1 പിതാവായ അപ്പക്കുഞ്ഞിയെ പിക്കാസ് കൊണ്ടും തേങ്ങ പൊതിക്കുന്ന കമ്പിപ്പാര കൊണ്ടും തലക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പള്ളിക്കര സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ പ്രമോദിനെ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചൊവ്വാഴ്ച രാവിലെ ഉദുമ 4-ാം വാതുക്കലിലെ ഭാര്യ വീട്ടിൽ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത്. കൊല നടക്കുന്നതിന് ഏതാനും ദിവസം മുൻപ് പ്രമോദ് പിതാവിനെ ക്രൂരമായി അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പേരിൽ അപ്പക്കുഞ്ഞി ബേക്കൽ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസ് കേസെടുത്തിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ സംഭവ ദിവസം വൈകിട്ട് വീട്ടിലെത്തിയ പ്രമോദ് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി അപ്പക്കുഞ്ഞിയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. കൊലപാതക കേസിൽ അറസ്റ്റിലായ പ്രമോദ് 2024 ഒക്ടോബർ മാസത്തിൽ ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയിരുന്നു. കേസിന്റെ വിചാരണ കഴിഞ്ഞ ദിവസം ജില്ലാ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ജനുവരി 13 കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പ്രമോദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവാവിന്റെ ഭാര്യ നിയമപ്രകാരം വിവാഹമോചിതയായതായാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അനന്തപുരിയിൽ കാസർഗോഡിന്റെ അഭിമാന താരങ്ങളായി ഖദീജത്ത് സഹലയും ഫാത്തിമയും. മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഇരുവരും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബിക് സംഭാഷണത്തിൽ A ഗ്രേഡ് നേടിയാണ് കാസർഗോഡിന്റെ യശസ്സുയർത്തിയത്. തിരുവനന്തപുരത്ത് നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കാസർഗോഡിന്റെ അഭിമാന താരങ്ങളായി മാറിയിരിക്കുകയാണ് മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖദീജത്ത് സഹലയും 8ാം ക്ലാസ് വിദ്യാർത്ഥിനി അംന ഫാത്തിമയും. അറബിക് സംഭാഷണത്തിൽ A ഗ്രേഡ് നേടിയാണ് ഇവർ കാസർഗോഡിന്റെ യശസ്സുയർത്തിയത്. മികച്ച നിലവാരമുയർത്തിയ മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പ്രതിഭകൾ വെല്ലുവിളി ഉയർത്തിയെങ്കിലും മികച്ച പ്രകടനം നടത്തിയാണ് ഇരുവരും A ഗ്രേഡ് കരസ്ഥമാക്കിയത്. സംസ്ഥാന തലത്തിൽ മികവ് തെളിയിക്കുവാനായതിന്റെ സന്തോഷമുണ്ടെന്ന് ഖദീജത്ത് സഹലയും അംന ഫാത്തിമയും KCN ന്യൂസിനോട് പറഞ്ഞു. This victory means a world to us, and it wouldn't have been possible without the help of so many people. And I would especially like to thank our headmaster, PTA members, teachers, and especially our Arabic teachers. Thank you for guiding us and inspiring us to strive for excellence. And thank you for all the teachers and our parents for supporting us. ഞങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു സ്റ്റേറ്റിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ A ഗ്രേഡ് കിട്ടി. സബ് ജില്ലയിൽ കിട്ടും പ്രതീക്ഷ ഉണ്ടായി, പക്ഷേ ജില്ലയിലും സ്റ്റേറ്റിലും കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. എൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി അറബിക് ടീച്ചേഴ്സ്, പിന്നീട് ബാക്കിയുള്ള ടീച്ചേഴ്സും ഹെഡ്മാസ്റ്ററും നാട്ടുകാരൊക്കെ എല്ലാവരും ഇപ്പം അതിയായ സന്തോഷത്തിലാണത്. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഫോർ us. സംസ്ഥാന തലത്തിൽ ഉന്നത വിജയം നേടിയ ഇരുവർക്കും മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA SMC സ്റ്റാഫ് കൗൺസിൽ അനുമോദന ചടങ്ങൊരുക്കി. ഇവരെ ആനയിച്ച് സ്കൂൾ റോഡിൽ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും PTA SMC സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളും ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് സ്കൂൾ കവാടത്തിൽ പ്രതിഭകളെ മൊമന്റോയും ഉപഹാരങ്ങളും നൽകി വരവേറ്റു. വാർഡ് മെമ്പർ റിയാസ് മൊഗ്രാൽ, PTA പ്രസിഡന്റ് അഷ്റഫ് പെർവാഡ്, SMC ചെയർമാൻ ആരിഫ്, ഹെഡ്മാസ്റ്റർ സുകുമാരൻ K എന്നിവർ ഉപഹാരവും മൊമന്റോയും സമർപ്പിച്ചു. ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് ജാൻസി ചെല്ലപ്പൻ, സ്റ്റാഫ് കൗൺസിൽ അംഗങ്ങളായ ലത്തീഫ്, ബിജുമോൻ, മുജീബ്, ഷാഫി, റാഫി, അഷ്കർ,
റിയാസ്, നസീമ, സൈനബ, മണികണ്ഠ, ജാഫർ, സ്കൂൾ PTA SMC അംഗങ്ങളായ ഹസീന, സമീറ, സഫിയ എന്നിവർ സംബന്ധിച്ചു. സ്റ്റാഫ് സെക്രട്ടറി FH തസ്നീം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുലിഭീതിയിൽ നടപടി ആവശ്യപ്പെട്ട് നൈറ്റ് മാർച്ചുമായി കർഷക സംഘം ഇരിയണ്ണി വില്ലേജ് കമ്മിറ്റി ബോവിക്കാനത്തെ കാറടുക്ക വനം സെക്ഷൻ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മാർച്ചിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കുക, പുലിഭീതിയിൽ നിന്ന് ജനങ്ങളുടെ ജീവന് സുരക്ഷിതത്വം ഉറപ്പാക്കുക, കാർഷിക വിളകൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തുക, നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കുക എന്നീ ആവശ്യങ്ങളുമായി കർഷക സംഘം ഇരിയണ്ണി വില്ലേജ് കമ്മിറ്റി ബോവിക്കാനത്തെ കാറടുക്ക വനം സെക്ഷൻ ഓഫീസിലേക്ക് നൈറ്റ് മാർച്ച് നടത്തി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് K. കുഞ്ഞിരാമൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. 100 കണക്കിന് ആളുകൾ മാർച്ചിൽ പങ്കെടുത്തു. KV സജേഷ് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി M. മാധവൻ, E. മോഹനൻ, A. വിജയകുമാർ, PV മിനി, P. ബാലകൃഷ്ണൻ, BK നാരായണൻ, K. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. മാർച്ചിന് ശേഷം വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായി കർഷക സംഘം നേതാക്കൾ ചർച്ച നടത്തി. കൂടുതലായി ഒരു വാഹനം കൂടി പട്രോളിംഗിന് നൽകാനും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് കൂടുതൽ സംവിധാനം നൽകാൻ ഇടപെടൽ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് പരിസരത്ത് 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന മത്സ്യ വിപണന കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്ന് ഉടമകളും മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചാണ് കട പ്രവർത്തിക്കുന്നതെന്നും വ്യാജ ആരോപണങ്ങളാണ് കേന്ദ്രത്തിനെതിരെ ചിലർ ഉന്നയിക്കുന്നതെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം തൃക്കരിപ്പൂർ പഞ്ചായത്തിന് മുന്നിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുള്ള സമരമാണെന്ന് സ്ഥാപന ഉടമകൾ പറഞ്ഞു. 8 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ബീരിച്ചേരിയിലെ മത്സ്യവിപണന കേന്ദ്രം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ചിലർ ചേർന്ന് നിർബന്ധപൂർവ്വം അടപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. പലതവണ പഞ്ചായത്ത് പ്രസിഡന്റുമായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ചർച്ചയിലും സഹകരിക്കാൻ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ തയ്യാറായില്ലെന്നും തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടത്തിലാണ് തങ്ങൾ കോടതിയെ സമീപിച്ചതെന്നും യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് വായ്സിന്റെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരു സംശയമില്ല. ജനങ്ങളെയും അവിടുത്തെ ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ച് എന്റെ പിന്നിൽ ഇത്രയും ആളുകളുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന് ഇവിടുത്തെ പത്രക്കാരെന്ന് നിങ്ങളടക്കം കൂട്ടുനിൽക്കരുത്. കാരണം ഒരു പ്രദേശത്തിന്റെ വികസനമാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. മത്സ്യവിപണന കേന്ദ്രം ഉടമകളായ P. മഹമ്മൂദ്, B. ജാഫർ, PK കമറുദ്ദീൻ, മത്സ്യവിതരണ തൊഴിലാളി ഫെഡറേഷൻ STU സംസ്ഥാന സെക്രട്ടറി സാഹിർ പാലക്കൽ, VK അർഷാദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. 2.5 പതിറ്റാണ്ടിനു ശേഷം പെരുങ്കളിയാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ കളിയാട്ട സമാപന ദിനത്തിൽ അരങ്ങിലെത്തുന്ന പ്രധാന ദേവതകളായ പടക്കത്തി ഭഗവതി, ആര്യക്കര ഭഗവതി എന്നിവയുടെ തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ നടന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 പുലിയന്നൂരിലെ താഴത്തുവീട് തറവാട്ട് വളപ്പിൽ നിന്നും അനുഷ്ഠാനങ്ങളോടെയാണ് കവുങ്ങ് മുറിച്ചെടുത്ത് രാമവില്യം കഴകത്തിൽ എത്തിച്ചത്. പെരുങ്കളിയാട്ടത്തിന്റെ അനുബന്ധ ചടങ്ങുകളിൽ പ്രാധാന്യമുള്ള കവുങ്ങ് എഴുന്നള്ളിക്കലിനായി ഞായറാഴ്ച ആചാരസ്ഥാനികരുടെ നേതൃത്വത്തിൽ 100 കണക്കിന് ബാല്യക്കാർ ഉൾപ്പെടുന്ന സംഘമാണ് പുലിയന്നൂരിലെത്തിയത്. തിങ്കളാഴ്ച രാവിലെ 6:30 ശേഷമുള്ള മുഹൂർത്തത്തിലാണ് കവുങ്ങുകൾ മുറിച്ചെടുത്തത്. തുടർന്ന് ആരവത്തോടെ ബാല്യക്കാരുടെ നേതൃത്വത്തിൽ നിലം തൊടാതെ ചുമലിലേറ്റി തിങ്കളാഴ്ച ഉച്ചയോടെ കഴകത്തിൽ എത്തിക്കുകയായിരുന്നു.
രാമവില്യം കഴകത്തിന്റെ കീഴ്ഘടക കാവുകളിൽ നിന്നും അറകളിൽ നിന്നും എത്തിയ നൂറുകണക്കിന് ബാല്യക്കാർ കുത്തനെയുള്ള കയറ്റിറക്കങ്ങളിലും വിവിധ ഗ്രാമവീഥികളിലും ഗോവിന്ദ ഗോവിന്ദ മന്ത്രണത്തിൽ ആചാരാനുഷ്ഠാനത്തോടെയാണ് ചുമലിലേറ്റിയ കവുങ്ങുകൾ രാമവില്യം കഴകത്തിന്റെ നടയിലെത്തിച്ചത്. 1000-ൽ പരം പേർക്ക് ഭക്ഷണ വിതരണവും കഴകത്തിൽ നടന്നു. മാർച്ച് 5 മുതൽ 12 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KPSTA മഞ്ചേശ്വരം ഉപജില്ലാ വാർഷിക സമ്മേളനം നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മഞ്ചേശ്വരം ഉപജില്ലാ സമ്മേളനം ഉപ്പള മുളിഞ്ച GLP സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹർഷാദ് വോർക്കാടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇസ്മായിൽ P അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മൈനോറിറ്റി സെൽ കൺവീനർ P ജലജാക്ഷി മുഖ്യാതിഥിയായിരുന്നു. റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഗോപാലകൃഷ്ണ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ KV, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് വിമൽ അടിയോടി, ജോർജ് ക്രാസ്റ്റ, ചിത്രാവതി ടീച്ചർ, സൗമ്യ P, പത്മനാഭ, അബ്സ, അബൂബക്കർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. സബ് ജില്ലാ സെക്രട്ടറി OM റഷീദ് സ്വാഗതവും ട്രഷറർ പ്രസീതകുമാരി നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി M ഇസ്മയിലിനെ പ്രസിഡന്റായും OM റഷീദിനെ സെക്രട്ടറിയായും പ്രസീതകുമാരിയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. LSS USS ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. LSS വിഭാഗത്തിൽ 55 വിദ്യാർത്ഥികളെയും USS വിഭാഗത്തിൽ 23 വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. പഞ്ചായത്ത് CH ടൗൺ ഹാളിൽ നടന്ന അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം വിദ്യാഭ്യാസപരമായ, ആരോഗ്യപരമായ, അതുപോലെ മറ്റു മേഖലകളിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ഭരണകൂടമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എല്ലാ മേഖലകളിലും, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, മറ്റു മേഖലകളിലൊക്കെ തന്നെ പഞ്ചായത്ത് അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെ ആ മേഖലകളൊക്കെ പ്രോത്സാഹിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷൻ M മനു എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പഞ്ചായത്ത് വിദ്യാഭ്യാസ കമ്മിറ്റി സെക്രട്ടറി KP ശ്രീജ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ AK ഹാഷിം, പഞ്ചായത്ത് അംഗങ്ങളായ സത്താർ വടക്കുംപാട്, M രജീഷ് ബാബു, ഫായിസ് ബീരിച്ചേരി, സാജിദ സഫറുള്ള, KV രാധ, KV കാർത്യായനി, E ശശിധരൻ, M ഷുക്കൂർ, KM ഫരീദ BV, VP സുനീറ എന്നിവർ സംസാരിച്ചു. LSS USS വിദ്യാർത്ഥികൾക്ക് ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ ഉപഹാരം നൽകി. തുടർന്ന് നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാട് ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സേവനം ആരംഭിച്ചു. 11 ഡയാലിസിസ് മെഷീനുകളുള്ള ആശുപത്രിയിൽ 24 മണിക്കൂറും സൗജന്യ ഡയാലിസിസ് സേവനം ലഭ്യമാണ്. ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ സൗജന്യ ഡയാലിസിസ് സേവനം ആരംഭിച്ചു. അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ആശുപത്രിയിൽ 24 മണിക്കൂറും സൗജന്യ ഡയാലിസിസ് സേവനം ലഭിക്കും. ആശുപത്രിയിൽ 11 ഡയാലിസിസ് മെഷീനുകളുണ്ട്. അതിൽ 9 സാധാരണ രോഗികൾക്കും 2 പകർച്ചവ്യാധി രോഗികൾക്കുമായി നീക്കിവച്ചിരിക്കുന്നു. ഓരോ കിടക്കയിലും ഒരു വയർലെസ് ഹെഡ്ഫോണും TV വ്യൂവിംഗ് സംവിധാനവും കൂടാതെ ഒരു പ്രത്യേക സിറ്റിംഗ് റൂമും ഒരു ഡ്രസ്സിംഗ് റൂമും സജ്ജമാണ്. സൗജന്യ ഡയാലിസിസ് യൂണിറ്റിൽ 2 നെഫ്രോളജിസ്റ്റുകളുടെ മുഴുവൻ സമയ സേവനവും ലഭിക്കും. ഒരു ദിവസം 30-ലധികം സൗജന്യ ഡയാലിസിസ് സേവനങ്ങളും പ്രതിവർഷം 10,000-ലധികം സേവനങ്ങളും ഈ ആശുപത്രിയിൽ നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. രാവണീശ്വരം ചെക്കുവേര നഗറിൽ സംഘടിപ്പിച്ച ചരിത്ര സ്മരണ സദസ്സ് ശ്രദ്ധേയമായി. രാവണീശ്വരത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ സ്മരണകളിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി പരിപാടി മാറി. രാവണീശ്വരത്തിൻ്റെ സമര പോരാട്ടത്തിൻ്റെ സ്മരണ അയവിറക്കി ചെക്കുവേര നഗറിൽ സംഘടിപ്പിച്ച ചരിത്ര സ്മരണ സദസ്സ് ശ്രദ്ധേയമായി. CPIM ചെക്കുവേര നഗർ ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PK നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ N ദീപുരാജ് ഒറവങ്കര അധ്യക്ഷത വഹിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ജിതിൻ കുമാർ സ്വാഗതം പറഞ്ഞു. O മോഹനൻ, K ശശി, C രവി എന്നിവർ സംസാരിച്ചു. പരിപാടിക്ക് ശേഷം വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്ര മിഞ്ചിപ്പതവ് നവീകരണ കമ്മിറ്റിയും ബ്രഹ്മകലശ സമിതി രൂപീകരണവും നിവേദന സമർപ്പണവും ധനസമാഹരണ പരിപാടിയും ശ്രീക്ഷേത്ര ഹാളിൽ നടന്നു. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി പരിപാടിയുടെ ഉദ്ഘാടനവും നിവേദന പ്രകാശനവും ആശീർവാദവും നിധി കുംഭ പ്രകാശനവും നിർവഹിച്ചു. ശ്രീ കാവേരമ്മ മഹാലിംഗേശ്വര ക്ഷേത്ര മിഞ്ചിപ്പതവ് നവീകരണ കമ്മിറ്റിയും ബ്രഹ്മകലശ സമിതി രൂപീകരണവും നിവേദന സമർപ്പണവും ധനസമാഹരണ പരിപാടിയും ശ്രീക്ഷേത്ര ഹാളിൽ നടന്നു. എടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി പരിപാടിയുടെ ഉദ്ഘാടനവും നിവേദന പ്രകാശനവും ആശീർവാദവും നിധി കുംഭ പ്രകാശനവും നിർവഹിച്ചു. അഡ്വക്കേറ്റ് ദാമോദർ എം അധ്യക്ഷത വഹിച്ചു. ബ്രഹ്മശ്രീ രവീശ തന്ത്രി പ്രഭാഷണം നടത്തി. തുടർന്ന് ബ്രഹ്മകലശോത്സവ കമ്മിറ്റി പ്രഖ്യാപനവും നടത്തി. പിന്നീട് ബ്രഹ്മകലശ നവീകരണ കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കമ്മിറ്റിയുടെ ഓണററി പ്രസിഡന്റായി വസന്തപൈ ബദിയടുകയും വർക്കിംഗ് പ്രസിഡന്റായി മധുസൂദനൻ ആയർ മംഗലാപുരം, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശിവറാം, ട്രഷററായി നാരായൺ കെ കടുക്ക, സെക്രട്ടറിയായി ജയകര എം മിഞ്ചിപ്പതവ് എന്നിവരെയും തെരഞ്ഞെടുത്തു. അഡ്വക്കേറ്റ് ചിദാനന്ദ കെതിലയ, സേവാസമിതിയുടെ സദാനന്ദ അടുക്ക, ചന്ദ്രശേഖര എം എൻ, രാഘവ എം എൻ, രാമചന്ദ്ര തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയിൽ അഡ്വക്കേറ്റ് ശിവറാം മണിയാണി സ്വാഗതവും മനോജ് എം സി നന്ദിയും പറഞ്ഞു. ഗംഗാധര കൊണ്ടയൂർ പരിപാടികൾ വിശദീകരിച്ചു. എടനീരു ശ്രീയെ ശിങ്കാരിമേളവും മുത്തുക്കുടകളുമായാണ് മണ്ഡലത്തിലേക്ക് വരവേറ്റത്. അഡ്മിനിസ്ട്രേഷൻ മോക്തേസർ DV കക്കില്ലായയുടെ കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടെയാണ് പരിപാടി നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കുമായി വിവിധ വിഷയങ്ങളിൽ സെമിനാറിന് തുടക്കമായി. സംയോജിത തെങ്ങുകൃഷി എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ ആത്മ പ്രൊജക്ട് ഡയറക്ടർ PV സുരേന്ദ്രൻ ക്ലാസ് എടുത്തു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പട്ടേൽ ഹാളിലാണ് എല്ലാ ദിവസവും കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നുവരുന്നത്. കാർഷിക കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ക്ലാസുകൾ. ആദ്യ ക്ലാസ് സംയോജിത തെങ്ങ് കൃഷി എന്ന വിഷയത്തിൽ കാസർഗോഡ് ആത്മ പ്രൊജക്ട് ഡയറക്ടർ PV സുരേന്ദ്രൻ അവതരിപ്പിച്ചു. സമഗ്രമായിട്ടുള്ള കർഷക സമൂഹം അവിടെ വന്നിട്ടില്ല, അത് സ്പ്ലിറ്റുകളാണ്. കർഷകന്റെ പ്രശ്നങ്ങളെല്ലാം ഏത് വിഭാഗമായാലും ഏത് ജില്ലയായാലും സംസ്ഥാനമായാലും ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. കാലാവസ്ഥാ വ്യതിയാനം പുതിയ പ്രശ്നമാണ്, കയ്യിരിക്കുന്ന കാര്യമല്ല. പ്രൊഡക്റ്റിന്റെ വില ഒരു പ്രശ്നമാണ്. വില മാർക്കറ്റിൽ ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ല, അതേസമയത്ത് ഇടേണ്ട വളത്തിന് വില കൂടുകയും ചെയ്യും. ചെലവ് കൂടി, തൊഴിലാളികളുടെ ലഭ്യത കുറവ്, ഇതൊക്കെ പൊതു പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഒരു പ്രശ്നത്തിന് അഭിമുഖീകരിക്കുമ്പോൾ നാളെ 500 കർഷകർ പേലിക്കോട് ടൗണിൽ വന്നിട്ട് വണ്ടി തടയണം എന്ന് പറഞ്ഞാൽ 500 കർഷകരോട് കിട്ടുമോ? ഇല്ല. എന്നാൽ പേലിക്കോട് പഞ്ചായത്തിൽ കൃഷി ഓഫീസർ ഉണ്ട് ഇവിടെ. ഉച്ച കഴിഞ്ഞ് നടന്ന സെഷനിൽ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഹോർട്ടിക്കൾച്ചർ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ M റനീഷ ക്ലാസ് എടുത്തു. പിലിക്കോട് ഉത്തരമേഖലാ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ PK രതീഷ് അധ്യക്ഷത വഹിച്ചു. മീര മഞ്ജുഷ സംസാരിച്ചു. ഞായറാഴ്ച കൂൺ കൃഷിയും വിഭവങ്ങളും എന്ന വിഷയത്തിലും തിങ്കളാഴ്ച കശുമാവിന്റെ ശാസ്ത്രീയ കൃഷിരീതി എന്ന വിഷയത്തിലും ക്ലാസുകൾ നടന്നു. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കോൺഫറൻസും വിദ്യാഭ്യാസ സെമിനാറും 10-11 തീയതികളിലായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് കന്നഡ മീഡിയം ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സ്റ്റേറ്റ് കോൺഫറൻസും വിദ്യാഭ്യാസ സെമിനാറും വെള്ളി ശനി ദിവസങ്ങളിലായി കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. 27ನೇ ವರ್ಷದ ರಾಜ್ಯ ಸಮ್ಮೇಳನವನ್ನು ನಾಡಿದ್ದು ಜನವರಿ 10-11ನೇ ತಾರೀಕಿಗೆ ಕಾಸರಗೋಡಿನ ಮುನ್ಸಿಪಲ್ ಸಭಾಂಗಣದಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ನಾವು ನಿರ್ಧಾರ ಮಾಡಿದ್ದೇವೆ. ಆ ಪ್ರಯುಕ್ತ 10ನೇ ತಾರೀಕಿಗೆ ಕಾಸರಗೋಡಿನ ನಮ್ಮ ಅಧ್ಯಾಪಕ ಸಂಘಟನೆಯ ಭವನ ಆದಂತಹ ಕನ್ನಡ ಅಧ್ಯಾಪಕ ಸಂಘದ ಭವನ ಬೀರಂತ ಬೈಲಿನಿಂದ ಭವ್ಯ ಮೆರವಣಿಗೆ ಅವತ್ತು ಹೊರಟು ಮುನ್ಸಿಪಲ್ ಹಾಲಿಗೆ 10 ಗಂಟೆಗೆ ತಲುಪಲಿಕ್ಕಿದೆ. ಆ ಬಳಿಕ ಧ್ವಜಾರೋಹಣ ಕಾರ್ಯಕ್ರಮ ನಡೆದು ಸಭಾ ಕಾರ್ಯಕ್ರಮಗಳು ನಡೆಯಲಿಕ್ಕಿದೆ. ಸಭಾ ಕಾರ್ಯಕ್ರಮದ ಈ ರಾಜ್ಯ ಸಮ್ಮೇಳನದ ಉದ್ಘಾಟನೆಯನ್ನು ಗೌರವಾನ್ವಿತ ಸಂಸದರಾದಂತಹ ಶ್ರೀ ರಾಜ್ಮೋಹನ್ ಉಣ್ಣಿತ್ತಾನ್ ಅವರು ನೆರವೇರಿಸಿಕೊಡಲಿಕ್ಕಿದ್ದಾರೆ. പ്രസിഡന്റ് ശ്രീനിവാസറാവു PV, ജനറൽ സെക്രട്ടറി പ്രദീപ് കുമാർ ഷെട്ടി, M ശരത് കുമാർ, ജയറാം C, വിജയകുമാരി B, പൂർണിമ M, PK വിനോദ് രാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് GVHSS 4 ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം 9, 10, 11 തീയതികളിലായി നടക്കുന്ന വിവിധ പരിപാടികളോടെ സമാപിക്കും. ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 9 വൈകിട്ട് 3 വിളംബര ജാഥ നഗരത്തിൽ നിന്നും ആരംഭിക്കും. സുവനീർ കമ്മിറ്റി ചെയർമാൻ KM ഹനീഫ ഫ്ളാഗ് ഓഫ് ചെയ്യും. മുത്തുകുടയും ബാൻഡ് മേളവും വിളംബര ജാഥയ്ക്ക് കൊഴുപ്പേകും. വൈകിട്ട് 4 സ്കൂൾ പരിസരത്ത് PTA പ്രസിഡന്റ് റാഷിദ് പൂരണം പതാക ഉയർത്തും. 10 വൈകിട്ട് 6 മണി മുതൽ വിവിധ കലാപരിപാടികൾ നടക്കും. കാസർഗോഡ് SI പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും. 11 രാവിലെ അധ്യാപക സംഗമം സംഘടിപ്പിക്കും. ചടങ്ങ് ASP ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂർവ്വ വിദ്യാർത്ഥിനികളുടെ സംഗമം നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം NE നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്യും. 6 മണി മുതൽ വിദ്യാർത്ഥിനികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങും. P. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്തായിരുന്നു സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചതെന്നും വിവിധ എക്സിബിഷനുകൾ, മെഹന്തി മത്സരങ്ങൾ തുടങ്ങിയ നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു. അത് ജനുവരി 9 വൈകുന്നേരം 3 മണിക്ക് വിളംബര ഘോഷയാത്രയോടെയാണ് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാത്രി കലാപരിപാടിയാണ്. 11-ാം തീയതി രാവിലെ 10 മണിക്ക് അധ്യാപക സംഗമം, ഉച്ചയ്ക്ക് 1 മണിക്ക് ഓൾഡ് സ്റ്റുഡൻസ് സംഗമം, വൈകുന്നേരം പൊതു സമ്മേളനം, രാത്രി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും എന്നുള്ള പരിപാടികളോട് ആണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ റാഷിദ് പൂരണം, ജനറൽ കൺവീനർ M. രാജീവൻ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ഹസൈനാർ തളങ്കര, HMP സവിത, VHSC പ്രിൻസിപ്പൽ RS ശ്രീജ, പബ്ലിസിറ്റി ചെയർമാൻ ഷാഫി തിരുവത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കുണ്ടുകളക്കെ ബീച്ചിൽ വിസ്മയ കാഴ്ചകളുമായി AHS ടീമിന്റെ ആഭിമുഖ്യത്തിൽ ബീച്ച് ഫെസ്റ്റ് തുടങ്ങി. ബീച്ച് ഫെസ്റ്റിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. പ്രാദേശിക കലാപ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുവാനുള്ള മികച്ച വേദി കൂടിയായി മാറുകയാണ് ബീച്ച് ഫെസ്റ്റ്. ഉദ്യാവര AHS ടീമിന്റെ ആഭിമുഖ്യത്തിലുള്ള മഞ്ചേശ്വരം ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റിന് തുടക്കമായി. നാട്ടുകാർക്കായി സൗജന്യമായി അതിവിപുലമായ രീതിയിലാണ് ബീച്ച് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രാദേശിക കലാപ്രതിഭകൾക്ക് കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള മികച്ച അവസരമായും ബീച്ച് ഫെസ്റ്റ് മാറുകയാണ്. ബീച്ചിലെത്തുന്നവർക്കായി വിവിധ വിനോദ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ജോയിന്റ് വീൽ, ഡ്രാഗൺ ട്രെയിൻ, ബ്രേക്ക് ഡാൻസ്, കുട്ടികളുടെ ഹെലികോപ്റ്റർ, ബോട്ടിംഗ് എന്നിവ മികച്ച അനുഭവമായിരിക്കും പകർന്നു നൽകുക. കുട്ടികൾക്കുള്ള വിനോദ പരിപാടികൾക്കൊപ്പം മുതിർന്നവർക്ക് മികച്ച സാംസ്കാരിക പരിപാടികളും നൃത്ത പരിപാടികളും ഉൾപ്പെടെ നിരവധി പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്വിസ് മത്സരവും ഒരുക്കിയിട്ടുണ്ട്. വിജയികളായവർക്ക് വിവിധ അവാർഡുകളും സമ്മാനങ്ങളും നൽകും. ഭക്ഷണ വൈവിധ്യങ്ങളുടെ രുചിയൊരുക്കി ഫുഡ് കോർട്ടും ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രൗഢമായ ചടങ്ങിൽ മഞ്ചേശ്വരം MLA AKM അഷ്റഫ് ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മഞ്ചേശ്വരത്ത് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു ഫെസ്റ്റ് നമ്മളെ ഒരുമിപ്പിക്കാനും പരസ്പരം സ്നേഹത്തിന്റെ കൈമാറ്റം നടത്താനും വേദികളാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ മനോഹരമായി ക്രിസ്മസ് വെക്കേഷന്റെ അവസാന നാളുകളിൽ ഇത് ആരംഭിക്കുകയും 1 മാസക്കാലം നീണ്ടു നിൽക്കുകയും ശനിയും ഞായറും മാക്സിമം ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ചെറിയ നിരക്കിൽ ഇതിനകത്തൊന്ന് കയറിയാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സിറ്റിയിലെ ഒരു വലിയ മാളിലേക്ക് കയറിയ പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഗ്രാൻഡ് ബീച്ച് ഫെസ്റ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അഷ്റഫ് കുഞ്ചത്തൂർ, ഷെരീഫ് പാവൂർ, ഇബ്രാഹിം കുന്തൂർ, മാധ്യമപ്രവർത്തകൻ ഹനീഫ് ഷാർജ, ജനപ്രതിനിധികളായ മുഹമ്മദ് സിദ്ദീഖ്, മുൻതാസ് സമീറ, രേഖ, വ്യവസായികളായ ഹസൈനാർ, ആലിക്കുട്ടി, ബീച്ച് ഫെസ്റ്റിവൽ സംഘാടകരായ ഷാനവാസ് അഹമ്മദ്, മുഹമ്മദ് ഹനീഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മെട്രോ മുഹമ്മദ് ഹാജി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫ്ലഡ് ലൈറ്റ് ടൂർണമെൻറ്റ് ജനുവരി 15 ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ചിത്താരി ഹസീന ക്ലബ് ആതിഥ്യമരുളുന്ന 2ാമത് KFA അംഗീകൃത ഫുട്ബോൾ ടൂർണമെൻറ്റിൽ 19ഓളം ടീമുകൾ മത്സരിക്കും. 2 ലക്ഷം രൂപയുടെ പ്രൈസ് മണിയും ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡയമണ്ട് കപ്പുമാണ് ചാമ്പ്യന്മാർക്ക് മെട്രോ കപ്പ് ടൂർണമെൻറ്റിലൂടെ സമ്മാനിക്കുന്നത്. 1 ലക്ഷം രൂപ റണ്ണേഴ്സിന് നൽകും. സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഹസീന ക്ലബ്ബ് നടത്തുന്ന 2ാമത്തെ ടൂർണമെന്റാണ് ചിത്താരി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. മികച്ച കായിക സംഘാടകൻ കൂടിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ ഇത്തവണയും നടക്കുന്ന
ടൂർണമെന്റിന്റെയും ലക്ഷ്യം ജീവകാരുണ്യ പ്രവർത്തനമാണ്. മത്സരത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ലേസർ ഷോ ഈ ഫുട്ബോൾ മേളയുടെ ആകർഷണമാണ്. കൂടാതെ സെവൻസ് ഫുട്ബോൾ ചരിത്രത്തിൽ രണ്ടാമതായി വാർ സിസ്റ്റം മെട്രോ കപ്പിൽ റഫറിങ്ങിനായി ഉപയോഗിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ട്. മികച്ച 19 ടീമുകളാണ് കളിക്കളത്തിൽ ഇറങ്ങുന്നത്. ദേശീയ താരങ്ങളും ISL താരങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളും ടൂർണമെന്റിൽ അണിനിരക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ഹസൻ യാഫ, ബഷീർ ബങ്കച്ചേരി, ഹുസൈൻ CH, സി റംഷീദ്, നിസാമുദ്ദീൻ CH, മുഹമ്മദ് അലി പീടികയിൽ, ഫൈസൽ ചിത്താരി, സൈനുദ്ദീൻ TV, ജബ്ബാർ ചിത്താരി, ജാഫർ ബങ്കച്ചേരി, നൌഷാദ് CM, അസ്കർ VV, സമീൽ CB എന്നിവർ സംബന്ധിച്ചു. എം മാനസയുടെ ആദ്യ കാവ്യ സമാഹാരമായ ബിയോണ്ട് ദി ഗ്ലാസസ് പ്രകാശനം ചെയ്തു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിലാണ് പ്രകാശന ചടങ്ങ് നടന്നത്. കണ്ണടച്ചിലിനപ്പുറത്തുള്ള വിശാലമായ കാഴ്ചകൾ തേടുന്ന എം മാനസയുടെ ആദ്യ കാവ്യസമാഹാരമായ ബിയോണ്ട് മൈ ഗ്ലാസസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. കാഞ്ഞങ്ങാട് റോട്ടറി സെന്ററിൽ നടന്ന ചടങ്ങിൽ കവിയും കലാകാരനുമായ MR വിഷ്ണുപ്രസാദ്, കവയിത്രിയും പടന്നക്കാട് നെഹ്റു കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ MK റുഖയ്ക്ക് നൽകി പുസ്തക പ്രകാശനം നിർവഹിച്ചു. ലളിതമായ ഭാഷയിൽ ആശയവിനിമയം നടത്തുന്നതാവണം കവിതയെന്ന് വിഷ്ണുപ്രസാദ് പറഞ്ഞു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ. ഈ കീനോട്ട് എന്നുള്ള വാക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കേട്ടത്. കീനോട്ട് എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു വാക്കാണ്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വാക്കാണ് കീനോട്ട്. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് കോളേജിൽ. കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ മാറ്റത്തെ ഏറ്റവും ആദ്യം അടയാളപ്പെടുത്തുന്ന ജീവികളെയാണ് കീസ്റ്റോൺ സ്പീഷീസ് എന്ന് പറയുന്നത്. ഓൾ പോയറ്റ്സ് ആർ, അല്ലെങ്കിൽ പോയറ്റ്സ് ബിലോങ് ടു ദി സ്പീഷീസ് ഓഫ് കീസ്റ്റോൺ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ഈ കീനോട്ട് അഡ്രസ്സിൽ പ്രധാനമായ 3 കാര്യങ്ങളാണ് ഈ പുസ്തകത്തെ മുൻനിർത്തി വളരെ വേഗത്തിലുള്ള ഒരു വായനയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഡിഫറൻഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ആശയം. വാട്ട് ഈസ് പോയട്രി? കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും ഇരിട്ടി MG കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവിയുമായ പ്രമോദ് പിള്ളച്ചാൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു കവിത 100 പേർ വായിക്കുമ്പോൾ 100 അർത്ഥതലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ അധ്യക്ഷനായി. ഡോക്ടർ MK റുഖയ പുസ്തക പരിചയം നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് TK സുധാകരൻ, മാതൃഭൂമി റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ, പെരിയ SN കോളേജ് പ്രിൻസിപ്പൽ ES ലത, ചിത്രകാരൻ മേലത്ത് ദാമോദരൻ നമ്പ്യാർ, വിജിത P നമ്പ്യാർ, M ജാൻവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിതരണം നടത്തിയത്. കുറ്റിക്കുരുമുളക് ഇപ്പോൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്ന ഒന്നാണ്. പൊതുവെ താങ്ങുമരങ്ങളിൽ പടർത്തുന്ന രീതിയാണ് കുരുമുളകിനായി ചെയ്യാറുള്ളത്. എന്നാൽ സ്ഥലലഭ്യത കുറവ് പലപ്പോഴും കുരുമുളക് കൃഷിയിൽ നിന്നും ആളുകളെ അകറ്റാറുണ്ട്. കുറ്റിക്കുരുമുളക് വീടുകളിൽ പോലും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. 10 വർഷം വരെ കായ്ഫലം തരാൻ ഇവയ്ക്ക് സാധിക്കും. കാഞ്ഞങ്ങാട് നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭാ പരിധിയിലുള്ളവർക്ക് കുറ്റിക്കുരുമുളക് വിതരണം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുരളീധരൻ സ്വാഗതം പറഞ്ഞു. കേലത, പ്രഭാവതി, C രവീന്ദ്രൻ, മുഹമ്മദ് കുഞ്ഞി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മകൻ കിണറിന്റെ കപ്പിക്കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ. പള്ളിക്കരയിലെ പ്രമോദാണ് മരിച്ചത്. അറബിക് സംഭാഷണത്തിൽ A ഗ്രേഡ്. അനന്തപുരിയിൽ കാസർഗോഡിന്റെ അഭിമാന താരങ്ങളായി ഖദീജത്ത് സഹലയും ഫാത്തിമയും. പുലിഭീതിയിൽ നടപടി ആവശ്യപ്പെട്ട് നൈറ്റ് മാർച്ചുമായി കർഷക സംഘം ഇരിയണ്ണി വില്ലേജ് കമ്മിറ്റി. ബോവിക്കാനത്തെ കാറടുക്ക വനം സെക്ഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ബീരിച്ചേരി മത്സ്യ വിപണന കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവദിക്കണമെന്ന് ഉടമകൾ. കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്നത് വ്യാജ ആരോപണങ്ങളാണെന്നും ഉടമകൾ. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടം. തിരുമുടിക്കുള്ള കവുങ്ങ് എഴുന്നള്ളിക്കൽ നടന്നു.
കാസർഗോഡ് GVHSS 4 ഗേൾസിലെ സുവർണ ജൂബിലി ആഘോഷം സമാപനത്തിലേക്ക്. 9, 10, 11 തീയതികളിൽ വിവിധ പരിപാടികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.